ഈ സ്വർണ്ണക്കടത്ത് വല്ലാത്തൊരു വാർത്തയായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പലതരത്തിലും സ്വർണ്ണക്കടത്ത് ഇങ്ങനെ വാർത്തയായി വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങൾ, കരിപ്പൂർ എയർപോർട്ട് വഴിയൊക്കെ പലതരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങളുണ്ട്. പക്ഷേ അത്തരം സ്വർണ്ണങ്ങൾ ചിലപ്പോൾ ഈ കസ്റ്റംസ് പിടിക്കാതെ വിടുകയും അത് പോലീസ് അതിൻ്റെ പുറകെ ചേസ് ചെയ്തോ അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ പിടിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. അതായത് പോലീസ് കൃത്യമായി ഇതൊരു പ്ലാൻ ചെയ്ത് പിടിക്കുകയാണ്, ഇത് മുക്കുകയാണ്, സ്വർണം തട്ടിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പൊട്ടിക്കുക എന്നാണ് ആ വാക്ക്. അപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പം ഇത് പോലീസും കസ്റ്റംസും തമ്മിലുള്ളൊരു ഒത്തുകളിയാണോ? നമുക്ക് വേണേൽ അങ്ങനെ കരുതാം. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ എയർപോർട്ടിലും എയർപോർട്ടിൻ്റെ പരിസരത്തുമൊക്കെ ഈ യാത്രക്കാരെ പരിശോധിക്കാനും സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെടുക്കാനും ഒക്കെ ഉള്ള അധികാരം എപ്പോഴും കസ്റ്റംസിൻ്റെ കയ്യിലാണ്. അപ്പോൾ കള്ളക്കടത്ത് എന്നുള്ളത് വിമാനം വഴി, വിമാനത്താവളങ്ങൾ വഴി എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് മുതൽ തന്നെ ആരംഭിച്ചു. പക്ഷേ ഈ കള്ളക്കടത്ത് സ്വർണം പോലീസ് പിടിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2021 ഫെബ്രുവരി മുതൽ ഏതാണ്ട് 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ അന്ന് അവിടുത്തെ SP ആയിരുന്നത് സുജിത് ദാസ. അപ്പം കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആയല്ലോ. അതായത് ഈ സുജിത് ദാസിനെ കുറിച്ചാണ് PV അൻവർ ആരോപണം ഉന്നയിച്ചത്. സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് ഈ സ്വർണം പിടിക്കുന്നത്. അതെങ്ങനെയാണ് സുജിത് ദാസിന് കിട്ടുന്നത്? സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ കസ്റ്റംസുകാർക്ക് വേണമെങ്കിൽ ഈ സ്വർണവുമായി വരുന്ന ആളുകളെ അറിയാം, കാരിയേഴ്സിനെ അറിയാം. അപ്പോൾ കാരിയർ 100 കിലോ സ്വർണവുമായിട്ട് വരുന്നു, കസ്റ്റംസിന് അറിയാം. കസ്റ്റംസ് പക്ഷേ അയാളെ പോകാൻ അനുവദിക്കുന്നു. കസ്റ്റംസ് കൃത്യമായിട്ട് വിവരം ഈ പോലീസിന് കൊടുക്കുന്നു. അപ്പോൾ പോലീസ് പുറത്തു വെച്ച് ഈ സ്വർണം പിടിക്കുന്നു. സത്യത്തിൽ പോലീസിന് ഇങ്ങനെ സ്വർണം പിടിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. പോലീസിൻ്റെ ഡാൻസ് ഓഫ് ടീം എന്ന് പറയും. അതായത് നർക്കോട്ടിക്സ് ഒക്കെ പിടിക്കാനായിട്ട് ജില്ലാ പോലീസ് മേധാവിമാർക്ക് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാം. അങ്ങനെയുള്ള സ്ക്വാഡ് അവിടെ പോലീസിൻ്റെ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ യാദൃച്ഛികമായി ഒരാൾ വന്നു. അപ്പോൾ വരുന്ന ആളിൽ നിന്ന് 100 കിലോ സ്വർണം പിടിക്കും. പക്ഷേ പോലീസ് പറയുകയാണ് വന്ന ആളിൽ നിന്ന് ഞങ്ങൾ 50 കിലോ സ്വർണം പിടിച്ചു. അപ്പോൾ 50 കിലോ എവിടെ പോയി? അപ്പോൾ ഈ 50 കിലോ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പോലീസ് മുക്കി. ഈ 50 കിലോയുടെ ഒരു ഷെയർ ഈ SP-യുടെ മുകൾ തട്ടിലേക്ക് പോകും. നേരത്തെ ആരോപണം ഉന്നയിച്ചത് ADGP അൻവർ പറഞ്ഞിട്ടുണ്ട് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, ഇനി പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ എത്തുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല. കാരണം സംരക്ഷിച്ച് നിർത്തുന്നവർക്കെല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ ഈ കസ്റ്റംസുകാരാണല്ലോ വിളിച്ചു പറഞ്ഞത് ഇതിന്റെ ഷെയർ കസ്റ്റംസിലും പോകണം. ഇനി ഇത് ഒറ്റ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ഇതിന്റെ ഷെയർ പോകണം. അപ്പോൾ എല്ലാ മേഖലയിലും ഇങ്ങനെ ഷെയർ പോകുമ്പോൾ ഈ എത്ര കിലോ സ്വർണം പിടിച്ചു എന്ന് പോലീസ് പറയുന്നത് മാത്രമേ ഉള്ളൂ രേഖ. പക്ഷേ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് പിടിച്ചാൽ ഇത് എയർപോർട്ടിനുള്ളിൽ വെച്ചായിരിക്കും, CCTV ഉണ്ടാവും, ഇനി ക്യാമറയുടെ മുമ്പിൽ വെച്ച് ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ പോലീസിൽ ഈ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വർണം പിടിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? അങ്ങനെ സ്വർണം പിടിക്കാനുള്ള അവകാശം ഉണ്ടോ? ഇത് കോടതിയിലെത്തുമല്ലോ. കോടതിയിലെത്തുമ്പോഴും പറയുന്നത് ഇങ്ങനെ സ്വർണം പിടിച്ചു. അപ്പോൾ സ്വർണം പിടിച്ചാൽ പിടിച്ചതിന് ശേഷം ഇത് കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ DRIക്കോ കസ്റ്റംസിനോ മാത്രമേ സ്വർണം പിടിക്കാനുള്ള അധികാരവും അവകാശമുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് പോലീസിന് ഒരു ഹീറോ പരിവേഷം കിട്ടിയ സംഭവം ഇത്. അപ്പോൾ കേരളത്തിന് 3-4 എയർപോർട്ട് ഉണ്ടെങ്കിലും ഈ കരിപ്പൂർ വഴിയാണ് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടത്തുന്നത്. അപ്പോൾ ഈ കള്ളക്കടത്ത് വഴി സ്വർണം കൊണ്ടുവരുമ്പോൾ ഈ മുഴുവൻ സ്വർണവും വിറ്റാൽ മാത്രമേ ഇതിൻ്റെ ലാഭം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ലാഭം ടാക്സ് വെട്ടിക്കുക സിമ്പിൾ ലോജിക്ക് പറയാം. അപ്പൊ ഇതിനകത്തുനിന്ന് 50 കിലോ സ്വർണം മാറ്റി അല്ലെങ്കിൽ ഒരു ഇത്ര ശതമാനം സ്വർണം മാറ്റിയാൽ ഇതുകൊണ്ടുള്ള പ്രയോജനം ഈ കള്ളക്കടത്തുകാരനില്ല. അപ്പൊ വെറുതെ പിടിച്ചുമില്ല, കള്ളക്കടത്ത് പിടിച്ചിട്ടുമില്ല, എന്നാൽ അതിന്റെ ലാഭമില്ല, അതൊട്ടും ഇല്ലതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ തുടർച്ചയായി നടക്കുന്നു. അപ്പൊ ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് PV അൻവർ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പാർത്ഥൻ പറഞ്ഞ പോലെ സ്വർണം പൊട്ടിക്കൽ സത്യത്തിൽ ഈ അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഗ്യാങ്ങാണ്. അവരാണ് ഈ സ്വർണം പൊട്ടിക്കലുകാരെന്ന് പറയുന്നത്. ആക്ച്വലി ഈ സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോട് കൊടുവള്ളി ടീമായിരിക്കും സ്വർണം കൊണ്ടുവരുന്നത്. പൊട്ടിക്കുന്ന ടീം കണ്ണൂരിൽ നിന്ന് വരും. ഇപ്പം ഈ സംഭവം വലിയ ശ്രദ്ധാവിഷയമായത് എപ്പോഴാന്ന് വെച്ചാൽ 2022 ഈ ചെർപ്പളശ്ശേരിക്കാരായ കുറച്ച് യുവാക്കൾ, 5 യുവാക്കളാണ്. ആ യുവാക്കൾ ഒരു അപകടത്തിൽ മരിച്ചു. സത്യത്തിൽ അവർ സ്വർണം പൊട്ടിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ വന്ന ടീമാണ്. എന്തായാലും അവരുമായിട്ട് ക്ലാഷ് ഉണ്ടായി, ആക്സിഡന്റ് ഉണ്ടായി, 5 പേര് മരിക്കുന്നു, 19 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു എന്ന് പറയുന്നു. ഈ ADGPക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്നു, കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് അത് വെട്ടിച്ച് പോലീസ് പിടിക്കുന്നു. അപ്പോൾ പോലീസ് പിടിച്ചതിന് ശേഷം ഇത് കസ്റ്റംസിന് തിരിച്ചു കൊടുക്കുന്നു. ഇനി കോടതിയിൽ
കോടതിയിലേക്ക് കേസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാരാ ഇത് പിടിക്കാനുള്ള അധികാരം, അവകാശം, ഇവനെയൊക്കെ എന്തിനാണ് പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രതി രക്ഷപ്പെടുന്നു. അപ്പോൾ പോലീസ് ഇടപെട്ടുന്നതോടുകൂടി സ്വർണ്ണക്കടത്തിൽ സ്മൂത്തായിട്ടുള്ള ഒരു രീതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ്? അപ്പോൾ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസിലെ കുറച്ച് ആൾക്കാർ വിചാരിച്ചു ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് നമുക്ക് ഇരട്ടി ജോലിയല്ലേ, നമുക്ക് ആവശ്യത്തിന് കൂടുതൽ ജോലിയുണ്ട്. പിന്നെ ഈ കസ്റ്റംസിനെ വെട്ടിച്ച് വരുന്ന സ്വർണം പിടിക്കേണ്ടതുണ്ടോ, അത് ഈ സുജിത് ദാസിനും അവരുടെ ഗ്രൂപ്പിനും മാത്രമേ അറിയത്തുള്ളൂ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു നേട്ടമുള്ള കാര്യം. അപ്പോൾ അതറിയാത്ത ആൾക്കാരാണ് ഈ ഇതുകൊണ്ട് ഇനി നമുക്ക് പ്രയോജനമില്ല. അപ്പം ആദ്യഘട്ടങ്ങളിൽ വലിയ പ്രശംസ കിട്ടിയ പോലീസാണ്. പക്ഷേ ഇത് തന്നെ പിന്നീട് തിരിഞ്ഞുകൊത്തി അൻവർ കൃത്യമായിട്ട് പറഞ്ഞു, അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ ഈ SP-ക്കും ADGP-ക്കും ഉള്ള പങ്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അൻവർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്, കാരാട്ട് റസാഖും അൻവറും KT ജലീലും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. P ശശി ആ ഗ്രൂപ്പിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് P ശശിയും ADGP MR അജിത് കുമാറും തെറ്റുകാരാണ്, അവർ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ചീത്തയാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അൻവർ ആരോപണം ഉന്നയിച്ചത്. അൻവറിൻ്റെ ആരോപണം വളരെ ശക്തമായിരുന്നു, വളരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം MV ഗോവിന്ദനും ആദ്യം പറഞ്ഞു ശരിയാണ്, അൻവർ ഈ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷം എല്ലാം പോയി. ഇപ്പൊ അൻവർ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുക. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട എന്തിനാണ് ഈ കസ്റ്റംസും പോലീസും തമ്മിൽ ഇത്രയും കള്ളക്കളി നടത്തിയത്? അപ്പം ചില ആളുകളെ എപ്പോഴും പോലീസിലെ ഉന്നതരെ എപ്പോഴും ഈ കൊടുവള്ളി ഗ്യാങ്, അതായത് സ്വർണം കടത്തുന്ന ഒരു മുഴുവൻ കൊടുവള്ളിക്കാരാവണമെന്നില്ല എങ്കിലും കൊടുവള്ളി ഗ്യാങ് ആണ്. അതെ, ആ കൊടുവള്ളി ഗ്യാങ് എപ്പോഴും ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സൽക്കരിച്ച് നിർത്തും. ഇപ്പോൾ ADGP റാങ്കിലുള്ളവരെ, IG റാങ്കിലുള്ളവരെയൊക്കെ അവരുടെ ഫാം ഹൗസിലോ അവരുടെ ഗസ്റ്റ് ഹൗസിലോ ഒക്കെ കൊണ്ടുപോയി എന്തൊക്കെ വേണോ, അത് പൈസ വേണമെങ്കിൽ അങ്ങനെ, അതല്ല മദ്യമോ ഫുഡോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇവരെ എപ്പോഴും സൽക്കരിച്ച് നിർത്തും. അപ്പോൾ ഇവരെ ഇങ്ങനെ കൂടെ നിർത്തിയേക്കാം എന്ന് പറഞ്ഞാൽ ADGP MR അജിത് കുമാറിന് നേരെയും ഈ ആരോപണത്തിൻ്റെ മുന നീളുന്നു. അദ്ദേഹം നിയന്ത്രിക്കുന്ന മലപ്പുറത്തെ പോലീസ് ജില്ലാ മേധാവിയായിട്ട് വരുന്നത് സുജിത് ദാസ് ആണ്. അപ്പോൾ കസ്റ്റംസിലിരിക്കുന്ന സുജിത് ദാസ് എങ്ങനെ മലപ്പുറത്ത് SP ആയിട്ട് വന്നു? ഇതെല്ലാം ഒരു ചെയിന് പോലെ വർക്ക് ചെയ്യും. അതാണ് ഇതെല്ലാം ഒരു ചെയിനാണ്, ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ അങ്ങ് മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട്. മാത്രമല്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്വർണം പിടിക്കുന്ന പോലീസ് സംഘത്തിൽ എത്ര പോലീസുകാരുണ്ടാവും? 5-6 പോലീസ്, ഒരു ജീപ്പ്. അവരുടെ വിശ്വസ്തരായിരിക്കും. അവർ മാത്രമല്ല ഇത് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ ഈ സ്വർണം കൃത്യമായിട്ട് മാറ്റുന്നു, എന്നിട്ട് ഈ സ്വർണം ഉരുക്കുന്നു എന്ന് വരെ പറയുന്നത്. സ്വർണം ഉരുക്കി മാറ്റിയിട്ട് ഈ കോടതിയിൽ എത്തുമ്പോൾ ഈ തെളിവ് നശിക്കും. അപ്പോൾ അങ്ങനെയും പോലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസ് ഇവിടെ കുറച്ച് കാലത്തേക്ക് വലിയ ഹീറോയായി മാറി. അപ്പം ഈ കള്ളക്കടത്തിലൊക്കെ എത്രയോ വർഷത്തെ പാരമ്പര്യവും എത്രയോ വർഷത്തെ ചരിത്രമുണ്ട്. പക്ഷെ പോലീസ് ഈ സ്വർണം പിടിക്കുന്ന ചരിത്രത്തിന് വളരെ കുറച്ച് കാലത്ത് ആയുസ്യം ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തേക്ക് തുടങ്ങി പോലീസിന് വലിയ ഹീറോ പരിവേഷം. അപ്പം ജനങ്ങൾ വിചാരിച്ചു കസ്റ്റംസിനെ വെട്ടിച്ച് വരുന്ന പോലീസ് പിടിക്കുന്നു. ഉടനെ സുജിത് ദാസ് എന്തെടുത്തു, ഈ എയർപോർട്ടിനകത്ത് തന്നെ, അതായത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോയി അറിയിക്കാം. അപ്പോൾ സത്യത്തിൽ ഇൻഫോമർ, അതായത് ഈ ഇങ്ങനെ രഹസ്യമായിട്ട് സ്വർണം കൊണ്ടുവരുന്ന കാര്യം ആരെങ്കിലും അറിയിച്ചാൽ മാത്രമേ കസ്റ്റംസ് സാധാരണ പിടിക്കാറുള്ളൂ. അപ്പോൾ പോലീസിനെയും കസ്റ്റംസിനെയും അറിയുന്ന ഇൻഫോമർ ഉണ്ട്. അപ്പോൾ അവർ വേണമെങ്കിൽ ഈ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ പോലീസിൻ്റെ ഉള്ളിൽ വലിയ ഇമേജൊക്കെ ഉണ്ടായെങ്കിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇടയ്ക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനസ്സിലായി ഇതിന് പോലീസിനകത്ത് യാതൊരു കാര്യമില്ല, നമ്മൾ ഒരു പ്രശംസ കിട്ടും എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും ചെയ്യേണ്ട. കാരണം എയർ കസ്റ്റംസ് ഇൻ്റലിജൻസ്, അതുപോലെ കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് എന്നിവർക്ക് മാത്രമേ വിമാനത്താവളത്തിൽ സ്വർണം പിടിക്കാൻ പറ്റൂ. ഇനി അങ്ങനെ പിടിച്ചാൽ പോലും സ്വർണവും കേസും കസ്റ്റംസിന് കൈമാറണം. അപ്പോൾ പോലീസ് കേസുകളിലെ അന്വേഷണം ഒരിടത്തും എത്തില്ല. വെറുതെ ഇപ്പം നാണക്കേടുണ്ടാക്കി. ഇതാണ് PV അൻവർ. ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കണം, അവർ പിടിച്ചു, നടപടി ഉണ്ടായി, ഇപ്പം നടപടി ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ തുടർ നടപടി പിന്നെ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ADGP MR അജിത് കുമാർ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഈ പറയുന്ന സുജിത് ദാസ്, ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാണെങ്കിൽ PV അൻവറും കാരാട്ട് റസാഖും ഭാഗമാണ്. അപ്പം ഈ സ്വർണം പൊട്ടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഗ്യാങ് ആണ്, ഗുണ്ടാ സംഘം. പക്ഷെ ഇവിടെ സ്വർണം പൊട്ടിക്കുന്നത് പോലീസ് സ്വർണം പൊട്ടിക്കുന്നു എന്നുള്ളത് നമുക്കൊരു ലോജിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു വരുന്ന സ്വർണം പോലീസ് പിടിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാലാകാലങ്ങളായിട്ട് നടക്കുന്നു. അപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ മാറി വരുമ്പോൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ വരെ നടപടി എടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കളി നടത്തുന്ന കാര്യം PV അൻവർ പറയണമെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് ഗ്യാങ്ങിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, സോഴ്സ് നഷ്ടപ്പെടുന്നു. അത് മാത്രമല്ല സിനോജി, ഈ കണ്ണൂർ അർജുൻ ആയങ്കിയുടെ കാര്യം പറഞ്ഞത്, കണ്ണൂരുള്ള ഈ അർജുൻ ആയങ്കിയുടെയും ടീമിനെതിരായിക്കൊണ്ട് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള എന്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നു വരികയും അവരൊന്ന് കുറച്ച് പുറകോട്ടാവുകയും ചെയ്തപ്പോൾ ഈ സ്വർണം പൊട്ടിക്കുന്ന ഗ്യാങ് ഒന്ന് കുറച്ച് പുറകോട്ടായി. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആ
പണിയും കൂടെ പോലീസ് ഏറ്റെടുത്തു ഇവരുടെ ഭാഗത്ത് നിന്ന്. ശശി അറിയാമല്ലോ, കണ്ണൂർ ഗ്യാങ് ആണ് ഏറ്റെടുത്തു. അപ്പോൾ ഈ കൊടുവള്ളി ഗ്യാങ്ങും ഈ കണ്ണൂർ ഗ്യാങ്ങും തമ്മിലുള്ള ശത്രുത അതിഭീകരമാണ്. ഈ കൊണ്ടുവരുന്ന, അതായത് ഞാൻ ആണ് ഇപ്പോൾ കാരിയറായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ ഞാൻ തന്നെ അത് ഒറ്റിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി ചെയ്യുകയാണെങ്കിൽ പോലും എന്താണ്, എന്നെ അവർ നിഷ്കരുണം ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പോൾ കോഴിക്കോടൊക്കെ നടന്ന കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധം ഉണ്ടാകുന്നു. ഇപ്പം താമരശ്ശേരി, മുക്കം, കൊടുവള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒരുപാട്, ഇപ്പോൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ പ്രായമായവരെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിനൊന്നും യാതൊരു എന്തില്ല, ഒരു എന്തിനാണ് തട്ടിക്കൊണ്ടുപോകുന്ന അറിയുന്നില്ല. ഇത് പോലീസ് അന്വേഷിക്കുമ്പോൾ പകുതി വൈക്ക് ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നെ ചിലതിൽ പെട്ടെന്ന് ഈ തട്ടിക്കൊണ്ടുപോയവർ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് ഇയാളെ തള്ളുന്നു. അങ്ങനെ തള്ളുമ്പോൾ പിന്നെ അത് എവിടെയും എത്തുന്നില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഈ പയ്യോളിക്ക് അടുത്ത് മൂരാട് പുഴയിലാണെന്ന് തോന്നുന്നു, വടകരയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു, ഒരാളെ ഇങ്ങനെ പുഴയിൽ തള്ളിയിട്ട് കൊന്നു. ആ കൊന്നത് ഈ സ്വർണ്ണമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പുറത്താണ്. ഇതിലൊന്നും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സിനുജി പറഞ്ഞ പോലെ വലിയ കളികൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അതെ, ഈ അർജുൻ ആയങ്കിയുടെ കാര്യം പറഞ്ഞ പോലെ അർജുൻ ആയങ്കി കണ്ണൂരിൽ നിന്നുള്ള ഒരു ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ടാണല്ലോ. പക്ഷെ അവരെ സഹായിച്ചുകൊണ്ടിരുന്ന പി ജയരാജൻ ഉൾപ്പെടുന്ന CPM-ന്റെ ഒരു വിങ്ങായിരുന്നു. പി ജയരാജൻ എങ്ങനെ ഒതുക്കപ്പെട്ടെ നമുക്കറിയാം. അപ്പോൾ പി ജയരാജൻ മാറിയപ്പോൾ അർജുൻ ആയങ്കിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ആരെയാണോ സഹായിക്കേണ്ടത് അവരുടെ സഹായം കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞാൽ കൊടുവള്ളി ഗ്യാങ് തന്നെയാണ് കൃത്യമായി സ്വർണ്ണം കൊണ്ടുവരുന്നത്. അവരെപ്പോൾ സ്വർണ്ണം കൊണ്ടുവന്നാലും വേറൊരു ടീം വന്നിട്ട് ഈ സ്വർണ്ണം പൊട്ടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ കണ്ണൂർ ഗ്യാങ്ങാണ് പൊട്ടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അവർ കൊട്ടേഷൻ കൊടുക്കുന്നത് പാലക്കാട് ഗ്യാങ്ങിനാണ്. അപ്പോൾ പാലക്കാട് ഗ്യാങ് ഇത് പൊട്ടിക്കുന്നു, എന്തുകൊണ്ടെന്നും പറഞ്ഞില്ല, ഇത് പൊട്ടിക്കുന്നു, നേരെ അവരെ കൊടുക്കുന്നു, ഇവരുടെ പൈസ മേടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് അവസാനം ചെർപ്പളശ്ശേരിക്കാർ പോസ്റ്റ് വരെ ഇട്ടു ഈ ഓഫീസർമാർക്ക്. അത് തന്നെ, ഈ 5 പേരുടെ മരണത്തിന് സംഭവിച്ചതോടുകൂടിയാണ് ഈ കേസിന്റെ ഗൗരവം മനസ്സിലായത്. ആ 5 പേരും മരിച്ച സമയത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് 80 ഗുണ്ടകളുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി. അപ്പോൾ ഓരോ ഗ്യാങ് അടുത്ത ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ പി ജയരാജൻ ഉൾപ്പെടുന്ന സംഘം ഇവരെ സപ്പോർട്ട് ചെയ്യാതായതോടുകൂടി ഈ അർജുൻ ആയങ്കിയും സംഘവും ഇതിൽ നിന്ന് പിൻവലിഞ്ഞു. അതാണ് പറയുന്നത് കൊടുവള്ളി ഗ്യാങ് ഇവരെ കൊണ്ട് പൊട്ടിക്കൽ ഗ്യാങ്ങാണ്. അപ്പോൾ അത് മാറി. ഇനി ഈ പറയുന്ന പോലെ താമരശ്ശേരി, അതുപോലെ തന്നെ മുക്കം, ഈ ഭാഗങ്ങളിലൊക്കെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുമ്പം ഇവർ സ്വർണ്ണമായിട്ട് വരും. പാർത്ഥൻ പറഞ്ഞതുപോലെ അവർ തന്നെ ഈ സ്വർണം ഒറ്റിക്കൊടുക്കുമല്ലോ. അപ്പോൾ അവരിട്ടുകൊണ്ട് വരുന്ന ഒരു ഡ്രസ്സായിരിക്കും. ഞാൻ ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നു, മറ്റേ ഗ്യാങ്ങിൻ്റെ അടുത്തോട് ഞാൻ പച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. അപ്പോൾ നേരെ പച്ച ഡ്രസ്സ് ഇടുമ്പോൾ ആളിനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പൊട്ടിക്കലും ഈ ഒത്തുതീർപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ണൂരിലുള്ള രാഷ്ട്രീയ സമവാക്യം മാറി. പി ശശിയുമായിട്ടുള്ള സമവാക്യം PV അൻവറിന്റെയും ഗ്രൂപ്പിന്റെയും മാറി. അപ്പൊ രാഷ്ട്രീയ സമവാക്യങ്ങൾ മൊത്തം മാറിയപ്പോൾ സ്വർണ്ണക്കടത്ത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് സ്വർണ്ണക്കടത്താ ബേസ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റംസും പോലീസും തമ്മിലുള്ള ഒരു ഒത്തുകളി പുറത്തു വരുന്നു. ചെറിയൊരു കാര്യം, അതായത് നിരന്തരമായി ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ ഇപ്പം ഉന്നതന്മാരാരോ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് സുജിത് ദാസിനെ ഇങ്ങോട്ട് മാറ്റി എല്ലാം പ്ലാൻ ചെയ്ത് സമവാക്യങ്ങളെല്ലാം മാറ്റി അവർ കുറേ നേടുമ്പോൾ ഇവർ പാപ്പരാകുന്നു, അവളോടെ സമവാക്യങ്ങൾ തെറ്റുന്നു. അതാണ് കറക്റ്റ്. അതായത് സുജിത് ദാസിനെ ഇവിടെ കൊണ്ടുവന്ന് സുജിത് ദാസ് കസ്റ്റംസിൻ്റെ ആളോട് ആയതുകൊണ്ട് കൃത്യമായി ഓപ്പറേഷൻ വരുന്നു. അപ്പോൾ ആർക്കാണോ ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്നത് ആ പൈസ നേരെ മാറി പോലീസിലേക്ക് കിട്ടുന്നു. അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം, കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം പുറത്തേക്ക് വരുന്നു, പോലീസ് പിടിക്കുന്നു, അത് പോലീസിന് വലിയ ഹീറോ പരിവേഷം നൽകുന്നു. അതിലൂടെ സുജിത് ദാസിലൂടെ അതിൻ്റെ മേലാളന്മാരിലേക്ക് ഈ പങ്ക് കൃത്യമായിട്ട് എത്തുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സംഭവം നിർത്തുന്നു. എന്നിട്ട് ഇവരുടെ പാട്ടിന് പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലയളവിനുള്ളിൽ ഇപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ 101 കിലോ സ്വർണ്ണമാണ് ഇങ്ങനെ പുറത്തേക്ക് പോയത്. 101 കിലോ സ്വർണം നമ്മളൊരു കണക്ക് വെച്ചാൽ എത്ര കോടി വരും? 124 കേസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ 101 കിലോ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഔദ്യോഗിക കണക്കാണ്. അപ്പോൾ അനൗദ്യോഗിക എത്രയായിരിക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള സ്വർണം പൊട്ടിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പോലീസ് ഇത്രയും നാൾ കള്ളക്കളി കളിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് കള്ളൻ്റെ പണിയെടുക്കുകയായിരുന്നു എന്ന് പറയാം, അല്ലേ? സ്വർണം പൊട്ടിക്കുന്ന ഗുണ്ടകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 2 വർഷക്കാലം പോലീസാണ് ആ സ്വർണം പൊട്ടിച്ചത്. ഡാൻസ് ഓഫ് എന്ന ടീമിന്റെ പേരിലാണ് ഈ സ്വർണം പിടുത്തം. അപ്പോൾ ഡാൻസ് ഓഫിനെ നർക്കോട്ടിക്സ് പിടിക്കാനുള്ള അധികാരമേ ഉള്ളൂ, പോലീസിന് ഈ സ്വർണം പിടിക്കാനുള്ള അധികാരമില്ല. കോടതി ചെന്നപ്പോൾ പോലീസ് തകർന്നു പോയതാണ്. അപ്പോൾ പോലീസും കസ്റ്റംസും തമ്മിലുള്ള ഒരു കള്ളക്കളി ഇവിടെ പുറത്താകുന്നു. ഒപ്പം PV അൻവർ തുറന്നുവിട്ട ഒരു ഭൂതമുണ്ടല്ലോ, രാഷ്ട്രീയക്കാർ തമ്മിലുള്ള, മേലാളന്മാർ തമ്മിലുള്ള സ്വർണം പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ പണം പങ്കുവെക്കുന്നതുമായിട്ടുള്ള ചില കേസുകൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞാണ് നിൽക്കുന്നത്. ഏതാണ്ട് ഒരു അവിയൽ പരുവമാണ്. ഇനി ഇതിനകത്തുനിന്ന് ഈ നെല്ലും വേർതിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആരൊക്കെയാണ് കുറ്റക്കാർ, ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എത്ര ഭീകരമാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി, അല്ലേ? അതെ, തീർച്ചയായും.